ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കി. ഹിന്ദു, അഗ്നിവീർ തുടങ്ങിയ പരാമർശങ്ങളാണ് നീക്കിയത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി നൽകും. കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ ആഞ്ഞടിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനുമുള്ള മറുപടി പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരും വിവരങ്ങളുമായി. രാകേഷ്, പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ല, സത്യമാണ് ആയുധമെന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവിനെ, ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ഇന്നലെ സഭയിൽ പാർലമെന്റിൽ കണ്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മുന വെച്ചുള്ള പ്രസംഗത്തിന് മറുപടി പ്രധാനമന്ത്രിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലേ? രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു നിന്നായിരുന്നു. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ RSSനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അങ്ങനെ മണിപ്പൂർ മുതൽ അഗ്നിവീർ വരെയുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് രാഹുൽ കത്തിക്കയറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും രാഹുലിന്റെ പരാമർശങ്ങളിൽ പലതും സഭാരേഖകൾ നീക്കി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അത്തരം നടപടി ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതിലൊന്ന് രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശമാണ്. അതായത് 24 മണിക്കൂറും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു നടക്കുന്നവർ വിദ്വേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധി BJPയെ വിമർശിച്ചുകൊണ്ട് സൂചിപ്പിച്ചിരുന്നു. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഹിന്ദുക്കളെ മുഴുവൻ അക്രമകാരികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ തന്നെ സഭയിൽ പറഞ്ഞത്. എന്നാൽ ഹിന്ദുക്കളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നവർ BJP അല്ല എന്ന് അതിന് രാഹുൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതായാലും അക്കാര്യം സഭാരേഖകളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. മറ്റൊന്ന് അഗ്നിവീറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ്. അതായത് അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമാകുന്നവർ വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്ന പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. ഇതിനെ ഇന്നലെ തന്നെ രാജ്നാഥ് സിംഗ് ചോദ്യം ചെയ്തതാണ്, പ്രതിരോധ മന്ത്രി ചോദ്യം ചെയ്തതാണ്. തെറ്റായ കാര്യങ്ങളാണ്, സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. അക്കാര്യവും സഭാരേഖകളിൽ നീക്കിയിരിക്കുന്നു. മറ്റൊന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ട പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അതായത് മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്കല്ല, മറിച്ച് സമ്പന്നർക്കാണ് നീറ്റിൽ പ്രവേശന പരീക്ഷയിൽ ആനുകൂല്യം ലഭിക്കുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാർ രാജസ്ഥാനിലെ കോട്ട കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരീക്ഷ നടത്തുന്നതെന്ന പരാമർശവും രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായി. ഏതായാലും അക്കാര്യവും ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഏതായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച വേണമെന്നൊരു ആവശ്യം ഇന്ന് സഭ സമ്മേളിക്കുമ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെടും. പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം എത്തിയിട്ടുണ്ട്, കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രധാനമന്ത്രി നൽകും. 4 മണിക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുക. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വിമർശനങ്ങൾക്കുള്ള മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഭവ്യ, തീർച്ചയായും നന്ദി. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.